വേണം പൂവിളി വേണം പൂനാരം ചാർത്തിയ കന്നി പൂമകൾ വേണം പൂവേണം പൂപ്പട വേണം പൂവിളി വേണം പൂനാരം ചാർത്തിയ കന്നി പൂമകൾ വേണം കുന്നത്തെ കാവിൽ നിന്നും തേവര് താഴെഴുന്നള്ളുന്നേ ഓലോലം മഞ്ചൽ മൂളി പോരുന്നുണ്ടേ മൂളി പോരുന്നുണ്ടേ പൂവേണം പൂപ്പട വേണം പൂവിളി വേണം. ഹലോ എവരിവൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. തുമ്പപ്പൂവ് ഇപ്പം അധികം കാണാനില്ലാത്ത ഒന്നാണ് തുമ്പപ്പൂ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നിറയെ ഉണ്ട്. ഓണം എന്ന് പറയുമ്പോഴേ നമുക്ക് തുമ്പപ്പൂവിനെയാണ് ഓർമ്മ വരിക. പക്ഷെ ഈ വർഷത്തെ ഓണം എന്ന് പറയുന്നത് നമുക്ക് വളരെ ദുഃഖം നിറഞ്ഞതാണ്. ഓണത്തിൻ്റെതായിട്ടുള്ള വലിയ വലിയ ആഘോഷങ്ങളൊന്നും എങ്ങും തന്നെ ഇല്ല. എങ്ങും തന്നെ ഓണാഘോഷങ്ങളില്ല. എങ്കിലും കുറച്ച് ആഹാരം, അതായത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിനായിട്ട് അവർക്കറിയില്ലല്ലോ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നും നമ്മൾക്ക് ഒരു പരിധി കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അവർക്കായിട്ട് കുറച്ച് ആഹാരങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളത് നമ്മൾ തയ്യാറാക്കി ചെറിയ രീതിയിലൊരു ഓണം. അപ്പം ഓണം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന പൂവടയാണ്. ഓണത്തപ്പന് നേദിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന പൂവട. അപ്പം നമുക്ക് അമ്മയെ കൊണ്ട് പൂവട തയ്യാറാക്കിക്കാം. എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. പക്ഷെ അത് ഏത് സമയത്ത് വേണേലും, അതിപ്പോൾ ഓണത്തിനൊന്നുമില്ല, നമ്മൾ ഇലയുടെ എന്നൊക്കെ പറഞ്ഞ് തയ്യാറാക്കും. ഈ രീതിയിൽ അങ്ങനെ തയ്യാറാക്കി ഏത് സമയത്ത് വേണേലും കഴിക്കാവുന്നതാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വാളും ചീലമ്പും കലമ്പി വാതിൽ പടിക്കൽ വന്നാർത്തു. വാളും ചീലമ്പും കലമ്പി വാതിൽ പടിക്കൽ വന്നാർത്തു. ഉണ്ണികളെ തേടി വരുന്നു ഉള്ളുരുകും കാവിലെ അമ്മേ. പൂവട ഉണ്ടാക്കാൻ വേണ്ടി അമ്മ ഇലയൊക്കെ മുറിച്ചോണ്ട് വെച്ചിട്ടുണ്ട്. പാകത്തിനുള്ള സൈസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വാട്ടിയെടുക്കണം. പക്ഷെ അപ്പൊ ഇത് എത്ര അരി അമ്മ എടുത്ത് വെച്ചേക്കുന്നത്? നാഴി പച്ചരി നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ, കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നു. അപ്പൊ ഇതുകൊണ്ട് എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. പിന്നെ ഇതിനെ എത്ര നേരം പൂത്ത് വെച്ചു? ഇപ്പൊ 2 മണിക്കൂർ. പച്ചരി കുതിരാനുള്ള സമയം പൂത്ത് വെക്കുക. അതിനുശേഷം ഇതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം അതിന്റെ പരുവം എന്താന്നുള്ളത് കാണിച്ചു തരും. അപ്പൊ അരയ്ക്കാം. അരി അരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പാകത്തിന് വെള്ളത്തിൽ അരച്ചെടുത്ത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പം തവിയുടെ പുറത്ത് ഇതുപോലെ ഇരിക്കാൻ പാകത്തിന് വേണം. ഇങ്ങനെ വേണം. കട്ടി കൂടുതലായാൽ അത് ശരിയാവും. കട്ടി കൂടി പോകും, ഇനി കട്ടി കുറഞ്ഞു പോകും. ഈ ഒരു പരുവത്തിൽ കെട്ടണം. പൂവടയ്ക്കുള്ള ഫില്ലിങ്ങിനുള്ള ശർക്കര അമ്മ ചേർക്കുന്നുണ്ട്. അപ്പൊ ശർക്കര, തേങ്ങ, ലേശം ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊരു ഓപ്ഷനിലാണ്. ഇത് രണ്ടും കൂടെ ആണെങ്കിലും പിന്നെ ചിലർ പഴം ചേർക്കും തോന്നുന്നല്ലേ? ചിലർ പഴം ചേർക്കും. നമുക്കിങ്ങനെ ശർക്കരയും തേങ്ങയും ലേശം ജീരകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു മുറി തേങ്ങയും കൂടെ ഇട്ട് ചിരണ്ടിയ തേങ്ങ ഇട്ട് ഇതിന് ഫില്ലിങ് തയ്യാറാക്കുവാണ്. അതായത് നമുക്ക് എത്ര അരി ഉണ്ടോ അതിനനുസരിച്ചുള്ള നമ്മൾ തേങ്ങയും ശർക്കരയൊക്കെ എടുക്കുക, അത്രയേ ഉള്ളൂ. ജീരകപ്പൊടിയും കൂടെ ചേർത്ത് ഫില്ലിങ്ങിനുള്ളത് തയ്യാറാക്കുവാണ്. ശർക്കരയും തേങ്ങയും കൂടെ ഇളക്കി യോജിപ്പിക്കുകയാണ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. നമുക്ക് അടുപ്പത്ത് ശർക്കര ഉരുക്കൊന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് കൈ കൊണ്ടാകുമ്പോൾ നല്ലോണം മിക്സ് ആയി കിട്ടും. വട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
തുറന്ന് നോക്കാം അല്ലേ മാം? ആ നല്ല സോഫ്റ്റ് ആണ്, അറിയാലോ അരച്ചുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിപ്പം ഓണത്തിന് പൂവട എന്ന് പറയും, നമ്മളല്ലാത്ത ഇലയുടെ എന്ന് പറഞ്ഞുണ്ടാക്കും. ഏത് സമയത്ത് വേണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വൈകുന്നേരം സ്നാക്സ് ആയിട്ട് പോലും ഉണ്ടാക്കാവുന്നതാണ് അല്ലേ മാം? അതെ അതെ അതെ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഓണത്തിന് പൂവട ഉണ്ടാക്കുക. ഇഷ്ടമാവെന്ന് പറഞ്ഞ രീതിയിൽ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പം ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.